ഓക്കെ, അപ്പൊ സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലയിൽ 2 ആങ്കർമാർ. അല്ല, ശരിക്കും ആങ്കറിംഗ് ആയിരുന്നല്ലോ രജിഷ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയൂ. അന്ന് ആങ്കറിംഗ് ചെയ്ത് പാർവതി ആങ്കർ ചെയ്ത് ആക്ടിങ് ചെയ്തു എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? തിരിച്ചൊക്കെ പറ. നല്ല എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ് അല്ലേ? എനിക്കൊന്നും ക്യാമറ ഫിയർ ഇല്ല നമുക്ക്. അതെ അതെ. പിന്നെ നമ്മൾ അഭിനയിക്കാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ പരിചയമുണ്ട്. അപ്പോൾ അവരുടെ കൂടെ അഭിനയിക്കുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ സിനിമയിലുള്ള ക്രൂവിലുള്ള ആൾക്കാർ മിക്കവാറും ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു അവരെല്ലാവരും. പിന്നെ ആസിഫിനെ പോലെ ഞാൻ ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ആരാണ് ഏറ്റവും ഇഷ്ടമുള്ള കോ ആക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ആസിഫാണെന്ന്. അല്ല, അത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയൊരാൾ വരുമ്പോൾ നമ്മൾ അവരെ ഭയങ്കര കംഫർട്ടബിൾ ആക്കുക. ഞാൻ വരുമ്പോൾ ആസി സ്റ്റാർ ആണ്, ഓൾറെഡി സ്റ്റാർ ആണല്ലോ. അപ്പം നമുക്ക് പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ ആ ക്യാരക്ടേഴ്സ് രണ്ടും ഭയങ്കര ഒരു നല്ല റൊമാൻസോ ഇക്വേഷൻ ഒന്നല്ലല്ലോ, ഫുൾ ടൈം അടിയല്ലേ. അതെ, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആസിഫിനെ ക്ലൈമാക്സിൽ അടിക്കുന്ന സീനിന്. അതെങ്ങനെയായിരുന്നു? അത് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങള് എനിക്ക് തോന്നുന്നു ഇപ്പൊ പറയുമ്പോൾ പറയാലോ, അനുരാഗിൻ വെള്ളത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ഈ പള്ളിയിലൊരു സെമിത്തേരിയിലാണ് നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ ദിവസം ഈ ഫുൾ ഗൗൺ ഒക്കെ ഇട്ട് റെഡിയായി വരും. അന്ന് മഴ പെയ്ത് ഷൂട്ട് ക്യാൻസലായി. രണ്ടാമത്തെ ദിവസം വീണ്ടും റെഡിയായി വന്നു. അന്ന് വേറെ എന്തോ ഒരു ഇഷ്യൂ കാരണം ഷൂട്ട് ക്യാൻസലായി. അപ്പൊ എനിക്ക് എന്റെ ടെൻഷൻ മൊത്തം അടിക്കണല്ലോ. അങ്ങനെ എന്നിട്ട് തേർഡ് ഡേ ആയി ഷോർട്ട് ആകുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ആസിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ആസി എനിക്ക് ഭയങ്കര ടെൻഷൻ, എനിക്ക് ശരിക്കും അടിച്ച ശീലമുള്ളൂ, എനിക്ക് അഭിനയിച്ചടിക്കാൻ എനിക്ക് അറിയില്ല, എനിക്ക് ശരിക്കും ജെനുവിൻലി അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആസി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ശരിക്കും അടിച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ എന്നാലും നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ. ഇല്ല, ആൻഡ് ഹി വാസ് വെരി സ്പോർട്ടീവ്. ഹി സെഡ് ഇല്ല നീ അടിച്ചോ എന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ റിഹേഴ്സൽ പോയി ക്യാമറയ്ക്ക് വേണ്ടി. അങ്ങനെ റിഹേഴ്സൽ നമ്മൾ ആ സീൻ ഡയലോഗൊക്കെ പറഞ്ഞ് അടിക്കാൻ വേണ്ടി ഷോർട്ട് ഞാൻ അടിക്കൂല്ലോ, പേടിക്കണം. ഞാനിങ്ങനെ കൈ ഓങ്ങി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് റഹ്മാൻ കട്ട് എന്ന് പറഞ്ഞു. കേട്ടു. അപ്പൊ ആസി കേട്ടോണ്ട് ആസി തിരികെയും ചെയ്തു. എനിക്ക് കൈ നിർത്താനും പറ്റിയില്ല. നേരെ പോയി ചെവിക്ക് ഒരൊറ്റടി. ആസിന്റെ ചെവി ഫുൾ ചുമന്ന് വന്ന് എൻ്റെ ഫുൾ കിളിയും പോയി. ആൻഡ് ഇറ്റ്സ് സച്ച് എൻ ഇമ്പോർട്ടൻറ്റ് സീൻ. ഞാനിങ്ങനെ അപ്പൊ ആസിയുടെ മുഖം ഇങ്ങനെ മൊത്തത്തില്, കാരണം നല്ല അടിയാണ്. അപ്പൊ എന്നിട്ട് ഞാനിങ്ങനെ സ്റ്റക്കായി പോയി. ഒരു 2 minutes കഴിഞ്ഞ് ആസിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ആസിന്റെ അടുത്ത് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നീ ഇത്തവണ ശരിക്കും അടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഫസ്റ്റ് ടേക്കിൽ അത് ഓക്കെ ആക്കി. പക്ഷെ ഒരു പുതിയ ആക്ടർ എന്ന നിലയിൽ ദ സപ്പോർട്ട് ദാറ്റ് ഹി ഗേവ് മീ, അതെനിക്ക് സത്യം പറയാൻ എനിക്കൊരു ലെസണായി. ഇന്ന് ഞാനിപ്പോൾ പുതിയൊരാളുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മളത് എടുത്തു പോകും. അത് ദിസ് ഇസ് സംതിങ് യു ക്യാരി ഫോർവേഡ്, ഒരു ലെഗസി പോലെ. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഹിം. സൂപ്പർ. അന്ന് നല്ല ധൈര്യം സമ്മതിച്ചല്ലേ ഇത്ര ഒരു കൊല്ലാനൊരു അടി വാങ്ങിച്ചിട്ട് പിന്നെ നീ എന്നെ അടിച്ചു. ചേട്ടാ, അതിനു മുന്നേ 25 ദിവസം ഷൂട്ട് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്കറിയാം, ഇത് ഒറിജിനലായിട്ട് അടിക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞു പോകാലോ. ഇതാണ് പ്രശ്നം. ഇപ്പൊ മനസ്സിലായില്ലേ? അതായത് ഈ ഭയങ്കര നമുക്ക് ഇഷ്ടമുള്ള ചില ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, പക്ഷെ കണ്ടങ്ങനെ കൊല്ലാൻ അതുപോലെ